ഹായ് ഫ്രണ്ട്സ്, അജിന്തി പ്രസാദ് ഫാമിലി വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വലിയൊരു സംഭവം ഉണ്ടായിട്ടാ. ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഒരു വലിയൊരു സംഭവം ഉണ്ടായി. എൻ്റെ പൊന്നു, ഞാൻ ശരിക്കും പേടിച്ചു പോയി. വലിയൊരു സംഭവം ഉണ്ടായി. ഞാൻ ഇന്ന് രാവിലെ നേരത്തെ തന്നെ ഒരു കാര്യം കാണിച്ചത്, മുറ്റം കംപ്ലീറ്റ് അടിച്ചും വെടുപ്പാക്കി എടുത്തോട്ടാ. ഫുള്ള് നമ്മൾ ഫുള്ള് മുറ്റും അടിച്ചു കിടപ്പം. ഇപ്പം തന്നെ എന്നിട്ടൊരു മഴയും തൂടി ഒക്കെ ഇടോ. അപ്പോൾ പിന്നെ ചവറൊക്കെ ഇവിടെ കൂട്ടി വെച്ചു. പക്ഷെ ഒരു കാര്യമില്ല, ചവറിങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇവിടെ ഒരു കാര്യമില്ല. കാരണം ഇപ്പം മഴ പെയ്യല്ലേ, മഴ തൂളുമ്പോൾ ചവറിൻ്റെ ഉള്ളിലേക്കൊക്കെ ഞാനൊന്ന് ഇളക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ചവറുകളൊക്കെ നമുക്ക് ആവശ്യത്തിന് അത് കത്തിക്കാനൊക്കെ ആയിട്ട് ഞാനൊന്ന് അതൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ കാര്യം, ചവറ് ഇങ്ങനെ നനഞ്ഞിരിക്കാം. നമുക്ക് ഇന്നലെയാണെങ്കിൽ കത്തിക്കാമായിരുന്നു. ഞാൻ ഇന്നലെ കത്തിക്കാനായിട്ട് വിട്ടുപോയി, മറന്നുപോയി എന്നുള്ളതാണ് വാസ്തവം കേട്ടോ. എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ, ഞാൻ കുളിക്കുമായിരുന്നേ. ഞാൻ മുറ്റക്കടിക്കൽ കഴിഞ്ഞ് നേരെ കുളിക്കാനായിട്ട് കയറിയിട്ടെന്ന് വേഗം ഒന്ന് കുളിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു. അങ്ങനെ ഞാൻ കുളിക്കാനായിട്ട് ഞാൻ അകത്ത് കയറി. ഞാൻ കുളിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ പറഞ്ഞു, നീ കുളിക്കുകയാണോ? അതെ. അപ്പം ഞാൻ കളിക്കാൻ പോവാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഞായറാഴ്ച ആണല്ലോ. അപ്പോൾ ആൾ പറഞ്ഞു, ഞാൻ കളിക്കാൻ പോവാണ്, ഞാൻ വാതിൽ ലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ വാതിൽ ലോക്ക് ചെയ്തിട്ട് ഏട്ടൻ പോയിട്ടാണ്. അപ്പോൾ ഓക്കെ, ഒരു പ്രശ്നമില്ല, അങ്ങനെയാണ് സാധാരണ പോവാറ്, ശരി എന്നൊക്കെ വിചാരിച്ചു. ഞാൻ എന്താ ചെയ്ത്, ശരി ചേട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പം ഞാൻ കുളി കഴിഞ്ഞിട്ടില്ല. അപ്പം എൻ്റെ ഇടയിൽ ഒരു ശബ്ദം. ഞാനൊന്ന് പേടിച്ചു പോയി. ഇതെവിടുന്ന ഈ ശബ്ദം? വേറെ ശബ്ദം. കുറച്ച് നേരം ഇങ്ങനെ നോക്കിയപ്പോൾ ഈ ശബ്ദം ഞാൻ എവിടെയോ കേട്ടുപരിച്ചിട്ടുണ്ടല്ലോ. സുന്ദരി അകത്തേക്ക് വന്നിരിക്കണു. മുകളിലത്തെ നിലയിലേക്ക് എത്തിയിരിക്കണു അവളെ ഇങ്ങനെ അവിടെ എത്തിയെന്ന് ഒരു എത്തും പേടിയില്ല. ഞാൻ വിചാരിച്ചു ചേട്ടൻ ലോക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടല്ലേ പോയത്. ചേട്ടൻ എന്താ ലോക്ക് ചെയ്തില്ലേ? വാതിൽ തുറന്നിട്ട് പോയോ? ഈശ്വര എന്താ പറയുക. അപ്പം ഞാൻ വിളി കേട്ടുട്ടാ. ഞാൻ വിളി കേട്ടപ്പോൾ അവള് എന്ന് പറഞ്ഞിട്ട് അവള് ബാത്റൂമിൻ്റെ അവിടേക്ക് വന്നു കേട്ടാ. എൻ്റെ ശബ്ദം കേൾക്കണോടത്തേക്ക് വന്നു. അവള് മൊത്തത്തിൽ സെർച്ച് ചെയ്ത് ഇവിടെ ഫുള്ളിങ്ങനെ നടക്കുക. എന്താന്ന് വിചാരിച്ചിട്ട് ഞാനേ ഇവളിവിടെ എന്താ അവിടെ, ആരാത് ഇതൊക്കെ വിചാരിച്ചു. എനിക്കാണെങ്കിൽ വേഗം കൂളി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട് ഞാനിങ്ങനെ വേഗം കൂടെ ഓടി ഇറങ്ങി. ഞാൻ വരുമ്പോൾ ഇവള് നമ്മളുടെ ഹോളിൽ കിടക്കണ കട്ടിലിൻ്റെ ചോട്ടിലേക്ക് വന്നിരിക്കണു. ഇവളെന്തോടെ. ഞാൻ ഇങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ ലൈറ്റ്സൊന്നും ഇല്ലല്ലോ. അപ്പോൾ രാവിലെ നമ്മൾ ലൈറ്റ് ഒന്നും ഇട്ടില്ല. അപ്പം ഇവളെ മാത്രം കാണുമ്പോൾ നമുക്ക് ഒരു നീ എങ്ങനെയാ ഇതിനുള്ളിലേക്ക് എത്തിയത്? നീ നോക്കിയപ്പോൾ ഡോറൊക്കെ ലോക്കഡാണ്, എല്ലാ ഡോറും ലോക്കഡാണ്. ഇവളെ ഇങ്ങനെ ഇതിനകത്തോട്ട് കയറിയെന്ന് പറഞ്ഞു. എന്താണെന്നറിയോ, ഇവള് കയറി വന്നത് ഹോളിലെ ജനാല ഒരെണ്ണം തുറന്നിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ചേട്ടനോട് ഇവിടെ അടിച്ചു വരുന്ന നേരത്തെ ചേട്ടനോട് പറയാൻ വേണ്ടി ഇങ്ങനെ ജനാലമ്മ കൊട്ടിയിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോയോ, എനിക്ക് വെള്ളം തായിരിക്കണോ, വേഗം കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുപോയോ എന്ന് പറഞ്ഞു ഞാൻ ചേട്ടൻ്റെ അടുത്ത്. അപ്പോൾ ആ കൊട്ടണതും ആ ചേട്ടൻ വന്ന് സംസാരിക്കണതും ഒക്കെ അവൾ കണ്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടൻ ഡോർ തുറന്ന് വന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് എനിക്ക് വെള്ളമൊക്കെ തന്നു. ഞാനതൊക്കെ അങ്ങ് കുടിച്ചു. അതൊക്കെ അവളിങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അവൾ ഇങ്ങനൊരു വലിയ അബദ്ധം ചെയ്യുന്നു. അയ്യോ, ഞാനെൻ്റെ ജീവൻ പോയി. എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഇവരൊന്നും നമ്മുടെ അകത്തോട്ട് കയറുന്നത്, നമ്മുടെ വീടിനകത്തോട്ട് കയറി വരുന്നപ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. സന്തോഷമാണ്. അവർ ആ ചേട്ടനുള്ള സമയത്ത് നടന്നോട്ടെ. അപ്പോൾ ചേട്ടൻ അധികം അകത്തേക്ക് കയറ്റണ്ട കേട്ടോ, അങ്ങനെയാണ്, നീ വെറുതെ അകത്ത് കയറ്റാൻ നോക്കണ്ട, അതൊക്കെ പറയാറുണ്ട്. പക്ഷേ അകത്ത് കയറി ഇങ്ങനെ വന്ന് മുകളിലേക്കൊക്കെ കയറി അവൾ ഫുൾ അകങ്ങളൊക്കെ ഒന്ന്, എനിക്ക് ബാത്റൂമിൽ നിന്ന് ഇറങ്ങാനും പറ്റുന്നില്ല. ഇത് എന്താ പറയുക, നമുക്ക് കുളി കഴിഞ്ഞ് ഡ്രസ്സുകൾ ഇടണം, തുടയ്ക്കണം, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണ്ടേ. നീ പേടിച്ചു പോയിടോ. ഇരിക്കണ ഇരിപ്പ് കണ്ടോ സുന്ദരി? നീ എന്തിനാണ് അകത്തേക്ക് കയറി വന്നത്? അകത്തോട്ട് കയറി വന്നത് സുന്ദരി? നീ എന്തിനാണ് കയറി വന്നത് പൊണ്ണു?
ഏ സുന്ദരി കുട്ടി, നീ എന്തിനാണ് അകത്തോട്ട് കയറി വന്നത്? പറ. ഏ കണ്ടോ, പറ. അവൾക്കൊരു ഫംഗസ് ഉണ്ട് ഈ ചെവിയുടെ അവിടെ. മുടിയില്ല, അത് ഫംഗസ് ആണെന്നാണ് ഏട്ടൻ പറയുന്നത്. ചെവിയിലും കണ്ണിൻ്റെ മുകളിലായിട്ട് 2 സ്ഥലത്ത് അവിടെ മുടിയില്ല. അപ്പോൾ ഏട്ടൻ പറയാറുണ്ട് അതൊരു ഫംഗസാണ്. അപ്പോൾ ഇവിടെ എൻ്റെ കാല് ഒക്കെ ഇങ്ങനെ നമ്മുടെ മേത്തേക്കൊക്കെ വരാൻ നിൽക്കുമ്പോൾ ചേട്ടൻ പറയും നീ അധികം ഇതാക്കണ്ട, അത് ഫംഗസാണ്, അല്ലെങ്കിൽ അത് സ്കിൻ അലർജിക് ആവും എന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ എന്നെ പറയും. അപ്പം ഞങ്ങൾ അതിങ്ങനെ നോക്കുന്നുണ്ട് ഫംഗസ് ആണോ അല്ലേ. ഇപ്പം മാറി തുടങ്ങി. മേലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞങ്ങൾ ക്യാറ്റ് ഫുഡാണല്ലോ ഇപ്പോൾ അവൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ക്യാറ്റ് ഫുഡ് കഴിക്കുന്നത് കൊണ്ട് തന്നെ അതിന് നല്ല മാറ്റം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു സുഖമല്ലേ അവൾക്ക്. അയ്യോ, അവളെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ദാ വന്നിരിക്കുക. സൊന്നിരി പൊന്നേ, എന്നെ പേടിപ്പിച്ചു കൊണ്ടേ. ഇവളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതോട്ട് കയറല്ലേ, നീ സിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എപ്പോഴും ഇവിടെ വന്നാൽ ഇങ്ങനെ ഇരിക്കും സിറ്റ് ആയിട്ട്. അകത്തേക്ക് കയറണം എന്നുള്ള ഒരു ടെൻഡൻസി ഇവളുടെയൊക്കെ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പം ഇങ്ങനെയാണ് എപ്പോഴും ഇരിക്കുക ഞാനങ്ങനെ പഠിപ്പിച്ചു. ഇവൾക്കാണെങ്കിൽ ഇത്തിരി കുറുമ്പൊക്കെ എൻ്റെ മേലൊക്കെ മുട്ടാനായിട്ട് വരും. ഭയങ്കരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിച്ചാണ് അവള്. സുന്ദരി അല്ല, മഞ്ഞി സിറ്റ്. നാണം കെടുത്തില്ലടി, ഇരിക്കടി പ്ലീസ്, ഇരിക്കടി. ഇരുന്നില്ല അവിടെ, എല്ലാം നാണം കെടുത്തി കളഞ്ഞു. ഇന്ന് ചേട്ടൻ കളിക്കാൻ പോയത് കൊണ്ട് തന്നെ ഇന്നത്തെ പണികളൊന്നും അത്ര കാര്യമായിട്ട് നടന്നിട്ടില്ല. ഇനി രാവിലത്തെ പുട്ടുണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പുട്ടുണ്ടാക്കി വെക്കാം. ഏട്ടൻ വരുമ്പോഴേക്കും കുറച്ച് പുട്ട്, കറി ഉണ്ടാക്കിയോ മുട്ടക്കറി എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ കർക്കിടക 7 കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നോൺ കഴിക്കാനായിട്ട് 7 ദിവസം ഞങ്ങൾ വ്രതത്തിലായിരുന്നു. അപ്പോൾ 7 കഴിഞ്ഞപ്പോൾ നമ്മൾ നോൺ കഴിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി എൻ്റെ വെള്ളം കുപ്പി കൂടി ചേട്ടൻ കൊണ്ടുവന്ന എൻ്റെ വെള്ളം കുപ്പി കൂടി ഇരിക്കുക. ഞാൻ നിങ്ങൾ നോക്കിയപ്പോൾ ഈ ഒരു കുപ്പിയിൽ വെള്ളം നിറച്ചാണ് ഞാൻ കുടിക്കാറ് കേട്ടോ. അത് ഞാൻ ചേട്ടൻ കൊണ്ടുവന്ന ഞാനിവിടെ അടിച്ചു വരുന്ന സമയത്തെ ഇനി ഞങ്ങൾ നോണൊക്കെ കഴിച്ചു തുടങ്ങി. അതായത് കർക്കിടക 7 ദിവസം കഴിഞ്ഞപ്പോൾ നോൺ കഴിച്ചു തുടങ്ങി. ഇന്ന് ഒരു പത്തല വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. 10ാമത്തെ ദിവസം ആയതുകൊണ്ട് ഇന്ന് പത്തല വെക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പത്തല ഉണ്ടാക്കണം, എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം, ഫുഡൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഓരോരോ വിശേഷങ്ങളിൽ നിന്ന് എന്താ പറയുക, അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റായിപ്പോയില്ലേ. സർപ്രൈസ്ഡ് ഗസ്റ്റ് അല്ല, അൺഎക്സ്പെക്റ്റഡ് നന്നല്ലേ പറയാ. എന്തായാലും ഞാൻ മേടിച്ച് പണ്ടാരടിക്കാൻ പോയി. അങ്ങനത്തെ ഒരു ഗസ്റ്റായി പോയി ഞങ്ങളുടെ വീട്ടിൽ. വേഗം പോയിട്ട് ഫുഡ് ഉണ്ടാക്കട്ടെ കേട്ടോ. രാവിലേക്കുള്ള പുട്ടൊക്കെ നനയ്ക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടേ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫാമിലി സൈനിങ് ഓഫ്. ടാറ്റ, ബൈ.